ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ BCOE 142 മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസസ് ദ റിപ്പോർട്ട്സ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തരുന്ന റിപ്പോർട്ടുകൾ ഉപയോഗിക്കുന്നു. ഇറ്റ് ഇൻ്റർപ്രറ്റ്സ് ദ ഡേറ്റ ആൻഡ് ഫോർമുലേറ്റ്സ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ് ഫോർ ദ കമ്പനി. Whereas cost accounting maintains the cost books for cost reduction and ascertainment. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈ ഡേറ്റേനെ എല്ലാം ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ലോങ് ടേം ഒബ്ജക്റ്റീവ്സൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നു. ലോങ് ടേം ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ പോളിസീസും ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതേപക്ഷം കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കോസ്റ്റ് ബുക്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കോസ്റ്റ് റിഡക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Both the forms of accounting assist the management in policy making, but management accounting is broader in scope. ഈ രണ്ട് തരത്തിലുള്ള അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് പോളിസിയെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വൈഡായിട്ടുള്ളതാണ്. The major differences between management accounting and cost accounting are as follows. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള മേജറായിട്ടുള്ള ഡിഫറൻസസ് ആണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ പോയിൻറ്റ് ഫോക്കസ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ദ ഫോക്കസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് അസർട്ടൈൻമെൻറ്റ്, അലോക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതും കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലുമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത്. അതേസമയം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇറ്റ് കൺസിഡേഴ്സ് ദ ഡേറ്റ ഫ്രം കോസ്റ്റ് അക്കൗണ്ടിങ് ടു അനലൈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നുള്ള ഡേറ്റ കൺസിഡർ ചെയ്തിട്ട് എന്തുമാത്രം കോസ്റ്റ് ഇൻകേർഡ് ആയിട്ടുണ്ടെന്ന് അനലൈസ് ചെയ്യും. അതുപോലെ നമ്മുടെ ഓർഗനൈസേഷനിൽ ആ കോസ്റ്റ് ഇൻക്വയർ ചെയ്തതിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയതെന്നും അനലൈസ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിൻറ്റ് ഒബ്ജക്റ്റീവ്സ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ The primary objective of cost accounting is to control cost. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിലോട്ട് വരുമ്പോഴത്തേനും ഒബ്ജക്റ്റീവ് ഈസ് ടു അസിസ്റ്റ് ഇൻ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് പ്രോസസ് ആൻഡ് റിസോൾവ് ദ മാനേജ്മെൻറ്റ് പ്രോബ്ലംസ്. അതായത് എഫക്റ്റീവായിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സിനെ അസിസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റീസോൾവ് ചെയ്യുന്നതിലുമാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ടൂൾസ്. കോസ്റ്റ് അക്കൗണ്ടിങ് യൂസസ് only quantitative data which have a unit of measurement. It uses only cost data. കോസ്റ്റ് അക്കൗണ്ടിങ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അതായത് യൂണിറ്റ് മെഷർമെൻ്റ് ഉള്ളത്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്, യൂണിറ്റ്സിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ മാത്രമേ കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കത്തുള്ളൂ. കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ഡേറ്റ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഇനി മാനേജ്മെൻറ്റ് അക്കൗണ്ടിലോട്ട് വരുമ്പോഴത്തേനും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസസ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ വിച്ച് കനോട്ട് ബി ക്വാണ്ടിഫൈഡ് ഇൻ ടേംസ് ഓഫ് മണി. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഡേറ്റയും ഉപയോഗിക്കും. ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുമ്പോഴത്തേനും മണി മെഷർമെൻറ്റിൽ മണിയുടെ ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റയിൽ വരുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവ് ഡേറ്റയും യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് യൂസസ് അതർ ഫിനാൻഷ്യൽ ഡേറ്റ ആസ് വെൽ ആസ് അപ്പാർട്ട് ഫ്രം കോസ്റ്റ് ഡേറ്റ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് ഡേറ്റയും ഉപയോഗിക്കും, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡേറ്റയും യൂസ് ചെയ്യും. അടുത്ത പോയിൻ്റാണ് എംഫസിസ്. കോസ്റ്റ്
Cost accounting has emphasis on collection of data and its interpretation for resolving the query and making decisions. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് എംഫസൈസ് ചെയ്യുന്നത് ഡേറ്റ കളക്ട് ചെയ്യുന്നതിലും അതുപോലെ തന്നെ എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ അതിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് റിസോൾവ് ചെയ്തിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിലുമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എംഫസൈസ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോഴത്തേനും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹാസ് എംഫസൈസ് ഓൺ പോളിസി formulation by the top managers to make the organization efficient. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടോപ്പ് മാനേജേഴ്സിന് ഉള്ള പോളിസി ഫോർമുലേഷൻ ചെയ്യുന്നതിലാണ് എംഫസൈസ് ചെയ്യുന്നത്. ടോപ്പ് മാനേജേഴ്സിന് പോളിസി ഫോർമുലേഷൻ കൊടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ ഓർഗനൈസേഷൻ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അടുത്ത പോയിൻ്റ് യൂസേഴ്സ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് യൂസ്ഡ് ബൈ മിഡിൽ ഓർ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത് മിഡിൽ ലെവലും ലോവർ ലെവൽ മാനേജ്മെൻറ്റിലുള്ള ആൾക്കാരുമാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ഫോർ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. അടുത്ത പോയിൻ്റ് പ്രിസിഡൻസ്. കോസ്റ്റ് അക്കൗണ്ടിങ് precedes മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് as cost accounting precedes management accounting as cost accounting does not use data from management accounting. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നുമുള്ള ഒരു ഡേറ്റയും ഉപയോഗിക്കുന്നില്ല. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോഴത്തേനും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസസ് ദ ഡേറ്റ ഫ്രം കോസ്റ്റ് അക്കൗണ്ടിങ്. സോ ഇറ്റ് ഈസ് ഡൺ ആഫ്റ്റർ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് കംപ്ലീറ്റ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നുള്ള ഡേറ്റ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എപ്പോഴാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ് കംപ്ലീറ്റ് ആകുമ്പോഴേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കത്തുള്ളൂ. അവരുടെ ഓർഗനൈസേഷൻ്റെ പ്ലാൻസൊക്കെ തീരുമാനിക്കുന്നത്, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നതൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും. അടുത്ത പോയിൻ്റാണ് വിഷൻ. കോസ്റ്റ് അക്കൗണ്ടിങ് ഹാസ് ഷോർട്ട് ടേം വിഷൻ ആസ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഷോർട്ട് ടേം ഗോൾ ഓഫ് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ഓർ റിഡക്ഷൻ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഒരു ഷോർട്ട് ടേം വിഷൻ മാത്രമേ ഉള്ളൂ. കാര്യം എന്നാന്ന് വെച്ചാൽ കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ഗോളാണ്. അതുകൊണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഒരു ഷോർട്ട് ടേം വിഷൻ മാത്രമാണുള്ളത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ഫാർ സൈറ്റഡ് ആസ് ഇറ്റ് സെറ്റ്സ് ദ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഫോർ ദി ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഫാർ സൈറ്റഡ് ആണ്, ലോങ് ടേം വിഷൻ ഉള്ളതാണ്. കാര്യം നമ്മുടെ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ഒബ്ജക്റ്റീവ്സാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫാർ സൈറ്റഡ് ആണ്. അടുത്ത പോയിൻ്റ് ഹിസ്റ്റോറിക് ഓർ ഫ്യൂച്ചറിസ്റ്റിക്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പം കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ജനറലി കൺസിഡേർഡ് ആസ് ഹിസ്റ്റോറിക് ഇൻ നേച്ചർ ആസ് ഇറ്റ് അനലൈസസ് ദ കോസ്റ്റ് ഓൾറെഡി ഇൻക്വയർഡ് ബൈ ദ ഫേം. കോസ്റ്റ് അക്കൗണ്ടിങ് ജനറലി സാധാരണ രീതിയിൽ പൊതുവെ കൺസിഡർ ചെയ്യുന്നത് ഹിസ്റ്റോറിക് ഇൻ നേച്ചറാണ്. കാരണം നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം കോസ്റ്റ് ഇൻക്വേർഡ് ആയി, അപ്പോൾ അത് ഓൾറെഡി കഴിഞ്ഞതാണല്ലോ. അപ്പം ആ കഴിഞ്ഞതിൻ്റെ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് ജനറലി കൺസിഡർ ചെയ്യുന്നത്. ഹിസ്റ്റോറിക് ഇൻ നേച്ചറാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതല്ല. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫ്യൂച്ചറിലുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ്സൊക്കെ പ്ലാൻ ചെയ്യാനും ഒബ്ജക്റ്റീവ്സൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ അല്ലേ. അപ്പം അത് ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കും അല്ലേ. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ജനറലി കൺസിഡേർഡ് ആസ് ഫ്യൂച്ചറിസ്റ്റിക് ഇൻ നേച്ചർ ആസ് ഇറ്റ് കൺസിഡേഴ്സ് ദ പാസ്റ്റ് ഡേറ്റ ടു ക്രിയേറ്റ് പോളിസീസ് ഫോർ ഫ്യൂച്ചർ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ഇൻ നേച്ചറാണ്. അത് പാസ്റ്റ് ഡേറ്റ കൺസിഡർ ചെയ്തിട്ട് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള പോളിസീസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അടുത്ത പോയിൻ്റ് ഇവാലുവേഷൻ. കോസ്റ്റ് അക്കൗണ്ടിങ് ഓൺലി അസസ് ദ മാനേജ്മെൻറ്റ് ബൈ പ്രൊവൈഡിങ് ദ കറൻറ്റ് കോസ്റ്റ് സ്ട്രക്ചർ. ഇറ്റ് ഈസ് നോട്ട് ഇവാലുവേറ്റീവ് ഇൻ നേച്ചർ. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇപ്പം ഉള്ള കറൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് സ്ട്രക്ചർ മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്ത് അസസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അല്ലാതെ കോസ്റ്റ് അക്കൗണ്ടിങ് ഇവാലുവേറ്റീവ് ഇൻ നേച്ചർ അല്ല.
അതേസമയം മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ഈസ് ഇവാലുവേറ്റീവ് ഇൻ നേച്ചർ. ഇറ്റ് ഇവാലുവേറ്റ്സ് ദ പെർഫോമൻസ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ പെർഫോമൻസ് ജഡ്ജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഇവാലുവേറ്റീവ് ഇൻ നേച്ചറാണ്. അത് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് പെർഫോമൻസ് ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത പോയിൻറ്റ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻ്റ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് ഓഡിറ്റ് ആർ മാൻഡേറ്ററി ഇൻ സം സെലക്റ്റഡ് ഇൻഡസ്ട്രീസ്. ചില സെലക്റ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിലൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് ഓഡിറ്റും കമ്പൽസറി ആണ്, അത് ചെയ്തേ പറ്റൂ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ് ഫോർ കമ്പനി. ഏതൊരു കമ്പനി എടുത്ത് നോക്കിയാലും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ് അല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യേണ്ട. അതൊക്കെ ഓരോ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ പഠിച്ചത് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. താങ്ക് യു.